പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനെയും നയനയെയും വലിയ ആരവം കൊണ്ട് തന്നെ ആഘോഷങ്ങളാക്കിക്കൊണ്ട് തന്നെ അനന്തപുരിയിലോട്ട് ക്ഷണിക്കണമെന്നും വരുത്തിക്കണമെന്നും മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് ആദർശിനോട് നയനയോട് പറയുകയും ഞാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് അനന്തപുരിയിലുള്ള ഒരാളോട് പോലും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് രാവിലെ എല്ലാവരും കുളിച്ച് ഒരുങ്ങി വൃത്തിയായി രണ്ടാളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ കുടുംബത്തിന് വിജയം കൈവരിക്കാൻ സഹായിച്ച ആളുകളാണ്. അവരാണ് ഈ കുടുംബത്തിന് നേട്ടം ഉണ്ടാക്കി തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ഇത് കേട്ടപ്പോൾ അഭിയും ജലജയും ഒക്കെ പറയുന്നുണ്ട്, അതാരാണാവോ ആ നേട്ടം ഉണ്ടാക്കി തന്ന ആൾ? എന്തായാലും ആദർശൻ നയനയെ ആയിരിക്കില്ല. കാരണം അച്ഛനിപ്പോൾ അത്രയ്ക്കും ദേഷ്യമാണല്ലോ. ജയിച്ചിട്ട് വന്നിട്ട് പോലും അവളുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് നിന്നത്. അതുകൊണ്ട് അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ ജലജയും അഭിയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ജാനകിയാണെങ്കിൽ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി ആരാണ് വരാൻ പോകുന്നത്? ഏട്ടത്തിയോട് പറയാതിരിക്കില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പം എന്നോട് പറഞ്ഞിട്ടില്ല ജാനകി എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ എല്ലാവരും രാവിലെ കുളിച്ച് ഒരുങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഒരു ഉത്സവം വരവേൽക്കുന്ന പോലെ എല്ലാവരും താലവും ഒക്കെ ആയിട്ട് സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ്. കൊട്ടും മേളവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് അവരെ കാറിൽ വന്ന് ഇറങ്ങുന്നത്. ആരാണ് ഇറങ്ങുന്നത് എന്ന് ആകാംക്ഷയോടുകൂടി നമ്മുടെ അഭിയും അവന്തികയും എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ആദർശും നയനയും അങ്ങോട്ട് എത്തുന്നത്, കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അഭിയും നമ്മുടെ അവന്തികയും ഒക്കെ. പക്ഷേ നമ്മുടെ ജാനകിയും ദേവയാനിയും നവ്യയുമായിട്ട് വളരെ സന്തോഷത്തിലാണ്. നവ്യയുടെ മനസ്സിലുള്ള ഒരു സന്തോഷം അടക്കിപ്പിടിച്ച് എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ചാണ് നിൽക്കുന്നത് നവ്യ. അങ്ങനെ നമ്മുടെ ആദർശും നയനയും അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. അവന്തികയാണെങ്കിൽ ആകെ ഷോക്കടിച്ചിട്ട് ഞെട്ടിത്തരിച്ച് ദേഷ്യത്തോടു കൂടിയായിരുന്നു നിന്നിരുന്നത്. തൻ്റെ അച്ഛനെ തോൽപ്പിച്ചവൾ ഇവിടെ കയറി കൂടിയോ, ഇനിയിപ്പോൾ പറയേണ്ടിയും വരില്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവന്തിക നിൽക്കുന്നത്. ജാനകിയാവട്ടെ അവരും വളരെ കുശുമ്പിലും അതുപോലെ തന്നെ അഭിയും കുശുമ്പും ഒക്കെ ആയിട്ടാണ് അവരെ നോക്കി നിൽക്കുന്നത്.